ഇവിടെ ഒരാളെ കാണിക്കുന്നു. ഇയാൾ ഒരു സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ്. ഇവിടെ താൽക്കാലികമായി വർക്ക് ചെയ്തിരുന്ന അയാളെ പെർമനന്റ് ആക്കി എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ ഒരു ലെറ്റർ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇത്രയും സന്തോഷമുള്ള ഒരു ന്യൂസ് കേട്ടിട്ടും അയാൾക്ക് സന്തോഷമൊന്നും തോന്നുന്നില്ല. കാരണം അയാൾക്ക് ഈ ടീച്ചിങ് ജോലി ഇഷ്ടമല്ല. അയാൾക്ക് ഡൊറോത്തിയ വില്യംസ് എന്ന ഒരു ലേഡിയുടെ മ്യൂസിക് ബാൻഡിൽ ജോയിൻ ചെയ്യണമെന്നതാണ് ആഗ്രഹം. പക്ഷെ ഇത്രയും വർഷമായിട്ടും അയാൾക്ക് അതിന് സാധിച്ചിട്ടില്ല. അതിനുശേഷം അയാൾ തന്റെ അമ്മയോട് ടീച്ചിങ് ജോലി പെർമനന്റ് ആയ വിവരം പറയുമ്പോൾ അമ്മ ഹാപ്പി ആവുന്നു. നിനക്ക് മ്യൂസിക്കിനോടുള്ള ഇഷ്ടമാണ് ഈ ജോലി കിട്ടാൻ കാരണമെന്ന് പറയുന്നു. അതേസമയം അയാൾക്കൊരു കോൾ വരുന്നു. നോക്കുമ്പോൾ അത് അയാളുടെ പഴയൊരു സ്റ്റുഡന്റ് ആണ്. അവൻ ആ മ്യൂസിക് ബാൻഡിൽ ജോയിൻ ചെയ്തതായി പറയുന്നു. ഇയാളെ പറ്റി ആ ലേഡിയോട് സംസാരിച്ചതായും അവർക്ക് ഇയാളെ കാണണമെന്ന് പറഞ്ഞതായും പറയുന്നു. എക്സൈറ്റഡ് ആയ ഇയാൾ ഉടനെ തന്നെ അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നു. അയാളെ കണ്ട ആ ലേഡി വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ അയാളോട് പിയാനോ പ്ലേ ചെയ്യാൻ പറയുന്നു. എന്നാൽ അയാൾ അതിമനോഹരമായി പിയാനോ പ്ലേ ചെയ്തത് കണ്ട് അവർ അതിശയിക്കുന്നു. രാത്രിയിലെ പ്രോഗ്രാമിനായി ഇതേ സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞയക്കുന്നു. ആ ബാൻഡിൽ സെലക്ട് ആയ സന്തോഷത്തോടെ അയാൾ മറ്റൊന്നും ചിന്തിക്കാതെ ഫോണിൽ സംസാരിച്ചു കൊണ്ടുപോകുന്നു. പെട്ടെന്ന് അയാൾ ഒരു മാൻഹോളിലേക്ക് വീഴുന്നു. നോക്കുമ്പോൾ അയാൾ ഇപ്പോൾ ഒരു ആത്മാവായി മാറിയിരിക്കുന്നു.